നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടിയുമായി വന്നിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു മാധ്യമ പ്രവർത്തകയും ഈ ഇടതിടത്ത് നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ, വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇടത് സൈബർ ഇടങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകയുമായി ചേർത്ത് വെച്ചുള്ള പ്രചരണത്തിനാണ് ഇരു കൂട്ടരും മറുപടി നൽകിയിരിക്കുന്നത്. ഒരു ഓണ പരിപാടിക്കിടെ മാധ്യമ പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടത്തിലും സദ്യ കഴിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചാണ് ചില വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. ഈ പ്രചരണങ്ങൾക്കാണ് മറുപടിയുമായി മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്കെതിരെ സൈബർ ഇടത്തിൽ ഇടത് വ്യക്തികൾ നടത്തുന്ന പ്രചരണങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ ലക്ഷ്മി പത്മ നൽകിയ മറുപടി ഇപ്രകാരം. ഇടത് സൈബർ സുഹൃത്തുക്കളുടെ അടിയന്തര ശ്രദ്ധയിലേക്ക്. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ടിട്ട് ഇപ്പോൾ 2 കൊല്ലമാകുന്നു. അതിനുശേഷം ഞാൻ ഫോർത്ത് എന്ന സ്ഥാപനത്തിൽ ചേർന്നു. ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ജോലി ചെയ്യുന്നു. ഫോർത്തിലെ ഓണപരിപാടിയുടെ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് തനിക്കെതിരെ ദുരുദ്ദേശപരമായ പ്രചരണങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലുമെതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവായാലും അത് നേരിടാനാണല്ലോ ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉള്ളത്. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം. അതല്ലാതെ നിങ്ങൾക്കിഷ്ടമല്ല എന്ന ഒറ്റ കാരണത്താൽ ഞാനെന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് എന്നാണ് ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത്. അതേസമയം തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആരോപണങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന മറുപടി ഇപ്രകാരം. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ തന്റെ പ്രതികരണം തുടങ്ങിയത്. ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു. തനിക്കെതിരെ എത്ര കാലമായി ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. താനോ പാലക്കാട്ടെ ജനങ്ങളോ ഇത്തരത്തിൽ മുഖമില്ലാത്ത പ്രചരണങ്ങളെ മുഖവിലക്കെടുക്കില്ല. ഓരോ മാസവും ഓരോ കാര്യങ്ങൾ പറയുകയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് വയനാട് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. ആളുകൾ പലതും പറയുകയാണ്. ഇതൊക്കെ എന്തിനാണ് ഗൗരവത്തിലെടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ആർക്കെതിരെ എന്തും പറയാവുന്ന അവസ്ഥയാണ്. ഇന്ന് എനിക്കെതിരെയാണെങ്കിൽ നാളെ മറ്റാർക്കെങ്കിലും എതിരായിരിക്കും. പലരുടെയും പേര് ഇങ്ങനെ പറയുകയാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും അതിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ. പ്രതിപക്ഷത്തെ പ്രമുഖ യുവനേതാവിനെതിരെ പീഡന ആരോപണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകി. ഇതിനു പിന്നാലെ സൈബർ ഇടങ്ങളിൽ ആ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന വിധത്തിൽ വ്യാപകമായി പ്രചരണമുണ്ടായി. ദേശാഭിമാനി വാർത്തയ്ക്കെതിരെ കടുത്ത വിമർശനമുയർന്നു. പിന്നാലെ വാർത്ത ദേശാഭിമാനി പിൻവലിക്കുകയും ചെയ്തു. മാത്രമല്ല ഇത്തരത്തിൽ വ്യാജ പ്രചരണം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെതിരെയും വ്യാജ പ്രചാരണമുണ്ടായി. അപകീർത്തികരമായി സൈബർ പ്രചരണങ്ങൾക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് സൈബർ പോലീസിൽ പരാതി നൽകി. ഫേസ്ബുക്കിലും യൂട്യൂബിലും സംഘടിതമായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ചാനൽ പരാതി നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും വനിതാ മാധ്യമ പ്രവർത്തകർക്കുമെതിരെയായിരുന്നു അനാവശ്യ പ്രചാരണം. കൂടാതെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പോരാളി ഷാജി, ഷമീർ ഷാഹുദ്ദീൻ വർക്കല, അരുൺ ലാൽ SV, മാധ്യമപ്രവർത്തക സാനിയോ മനോമി എന്നീ ഫേസ്ബുക്ക് ഐഡികൾക്കെതിരെയും വടയാർ സുനിൽ ചർച്ച നയിച്ച യൂട്യൂബ് ചാനലിനും മറ്റൊരു ചാനലിനുമെതിരെയും ഏഷ്യാനെറ്റ് ന്യൂസ് പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇവർക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾക്കും സമാന ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവർക്കുമെതിരെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാനലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് സംഘടിത സ്വഭാവമുള്ളതിനാൽ അതിലേക്കും അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ആസൂത്രണ പ്രചാരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് പരാതി നൽകുകയായിരുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്നതിന് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത ആക്രമണത്തിന് അറുതി വരുത്താൻ അടിയന്തര നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നടത്തുന്ന അധിക്ഷേപ പ്രചാരണവും ആക്രമണവും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കടുത്ത മാനസിക പ്രയാസങ്ങളും ട്രോമയും സൃഷ്ടിക്കുന്നുണ്ട്. പ്രമുഖരായ വനിതാ മാധ്യമ പ്രവർത്തകരെ പേരെടുത്തു പറഞ്ഞും അല്ലാതെയും അധിക്ഷേപിക്കാനും സൈബർ ലിഞ്ചിങ്ങിനുമാണ് സൈബർ ഗുണ്ടകൾ ശ്രമിക്കുന്നത്. ഈ സൈബർ ക്രിമിനലുകളെ വിലക്കാൻ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വങ്ങൾ ഇടപെടണമെന്നും ശക്തമായ നിയമ നടപടികളിലൂടെ ഈ സൈബർ ആക്രമണത്തിന് അറുതി വരുത്താനും സൈബർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമാണ് നിവേദനം നൽകിയിരിക്കുന്നത്. ഈ KUWJ യൂണിയൻ പ്രസിഡന്റ് KP റെജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളുമാണ് ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ
ചോദ്യങ്ങൾക്ക് മറുപടിയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വന്നത്. തനിക്കെതിരെ ഉയർന്ന മറ്റ് ആരോപണങ്ങൾ പോലെയാണ് ഇതും. ആരോപണങ്ങളിൽ പ്രശ്നമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ നിയമപരമായി നേരിടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇതെല്ലാം ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്തിനാ അതിനെല്ലാം പ്രാധാന്യം നൽകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. നിയമവിരുദ്ധമായി അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അവർ നിയമപരമായി മുന്നോട്ട് പോകട്ടെ, അതല്ലേ അതിൻ്റെ മാന്യത. അല്ലാതെ ഓരോ മാസം ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? വയനാട് കഴിഞ്ഞോ? അതിന് പുറകെയുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞോ? നമ്മളോ പാലക്കാട് ജനങ്ങളോ ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. മുഖമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രയോ കാലമായി തുടങ്ങിയിട്ടെന്നും ആരോപണം ഉന്നയിക്കുന്നവർ നിയമപരമായി നീങ്ങുന്നതാണ് മാന്യതയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉയർന്നത്. പല സ്ത്രീകളുടെയും പേരുകൾ പറയുന്നു. നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് അറിവുണ്ടോ? മുഖമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട് ഓരോ മാസവും ഓരോ കാര്യങ്ങൾ പറയുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി. എന്തായാലും വ്യാജ പ്രചരണങ്ങൾ തന്നെ ബാധിക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിൽ വെട്ടിപ്പെന്ന ആരോപണം തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചെന്നും ഉടൻ വീട് നിർമ്മാണം തുടങ്ങുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കോൺഗ്രസ് കണ്ടെത്തിയ ഭൂമിയിലെ നിർമ്മാണം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ആദ്യം കണ്ടെത്തിയ 2.5 ഏക്കർ ഭൂമി പിന്നീട് മാറ്റേണ്ടി വന്നത് തടസ്സമായി. ഫണ്ട് ശേഖരണത്തിലും തടസ്സം നേരിട്ടുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. ഏതെങ്കിലും കോൺഗ്രസ് UDF മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിരുന്ന കാലത്ത് CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഉരുള ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ഉന്നയിച്ചു. പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സർക്കാരിനെ സഹായിക്കാൻ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കോവിഡ് മഹാമാരി സമയത്ത് സർക്കാരിനെതിരെ സമരം നടത്തുമ്പോഴും പച്ചക്കറി കിറ്റുകൾ ശേഖരിച്ച് യൂത്ത് കോൺഗ്രസ് വീടുകളിലേക്ക് എത്തിച്ചുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 770 കോടി രൂപയാണ് വയനാട് പുനരധിവാസത്തിനായി സർക്കാർ പിരിച്ചെടുത്തത്. ദുരന്തബാധിതർ സമരം ചെയ്തത് സർക്കാരിനെതിരെയാണ്. പ്രദേശത്തെ ആളുകൾക്ക് പോലും സർക്കാരിനെ വിശ്വാസമില്ല. ദുരന്തബാധിതർക്ക് ഉപജീവനമാർഗം നിലച്ചു. യൂത്ത് കോൺഗ്രസ് ജീപ്പും മുസ്ലിം ലീഗ് ഓട്ടോറിക്ഷയും വാങ്ങി നൽകിയിട്ടുണ്ട്. എന്നാൽ നിയമത്തിന്റെ പേര് പറഞ്ഞ് സർക്കാർ അത് ചെയ്തിട്ടില്ല. സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കേസുകൾ കോടതിയിൽ നടക്കുകയാണ്. ഇടതുപക്ഷ നേതാവ് ഉഴവൂർ വിജയന്റെ വ്യക്തിപരമായ ബാധ്യത തീർക്കാൻ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം ചെലവഴിച്ചു. ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ വ്യക്തിപരമായ ബാധ്യത തീർക്കാൻ പണം ചെലവഴിച്ചതും കോടതിയിൽ കിടക്കുകയാണ്. ഇതെല്ലാം നിയമം അനുസരിച്ചാണോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജെയ്ക്സി തോമസ് മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. രാഹുലിൻ്റെത് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളമെന്നും അന്തസ്സുകെട്ട നുണയാണെന്നുമായിരുന്നു ജെയ്ക്സി തോമസ് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.